ശുശ്രൂഷകൾക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ആത്മീകരായിട്ടുള്ള കർത്താവിന്റെ വേല ചെയ്യുന്നവർ നിരാശപ്പെട്ട് തളർന്നു പോകാനിടയായിത്തീരും. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെ പഠിച്ചാൽ പരിശുദ്ധാത്മ ചെയ്യുന്ന 2 ശുശ്രൂഷകളുണ്ട്. അതിൽ ഒന്നാമത്തെ ശുശ്രൂഷ ദൈവത്തിന്റെ കൽപ്പന, അതായത് ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞ അന്ത്യകൽപ്പനയുണ്ട്. ഭൂലോകത്തൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കുക, സുവിശേഷം പ്രസംഗിക്കുക എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ആ വലിയ പദ്ധതിക്ക് വേണ്ടി ആസിയിൽ പൗലോസ് റെഡിയായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ്, തന്നെ പുറകോട്ട് വലിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില മേഖലകളിൽ ബ്ലോക്ക് ചെയ്യും, നിന്നെ പുറകോട്ട് വലിക്കും. മുന്നോട്ട് പോകാൻ ഒരു റിലീസിങ് ഇല്ലാതെ വണ്ണം, മുന്നോട്ട് പോകാൻ പറ്റാത്ത നിലവാരത്തിൽ, വലിയ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല, വലിയ വാക്തത്വമുണ്ട് പക്ഷെ ഒന്നും അങ്ങ് ചലിക്കാൻ പറ്റുന്നില്ലാത്ത സ്റ്റേജിൽ വരുമ്പോൾ നീ അറിയേണ്ട കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ ശുശ്രൂഷ അവിടെ തുടങ്ങി നിന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ പോലും എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനുഷ്യന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിലാണ്. ഏത് വചനം പ്രസംഗിക്കണം, എന്താണ് നമ്മൾ പറയേണ്ടത്, ശുശ്രൂഷ പോലും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിലായിരിക്കണം. ഇന്ന് ശുശ്രൂഷകന്മാരോടും ദൈവവേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തോട് ഞാൻ പറയാം, ചില മേഖലകളിൽ നീ ബ്രേക്കായി പോയപ്പോൾ, ബ്ലോക്കുകൾ വന്നപ്പോൾ, പുറകോട്ട് വലിക്കപ്പെട്ടപ്പോൾ, സമർപ്പണത്തോടെ ദൈവം മുമ്പാകെ കാത്തിരുന്നവരോട് പറയാം, 2025 ജൂൺ മാസത്തിൽ നിന്റെ മുമ്പിൽ ഒരു പുതിയ സീസൺ തുറക്കാൻ പോകുകയാ. അതെന്താണെന്ന് പറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ 2ാമത്തെ ശുശ്രൂഷ, അവൻ നിന്നെ തടഞ്ഞു വെക്കുന്നവൻ മാത്രമല്ല, നിന്നെ റിലീസ് ചെയ്യുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്നവരെ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. വർഷങ്ങളായി മിനിസ്ട്രി ഉണ്ട്, വർഷങ്ങളായി വാഗ്ദത്തമുണ്ട്, എന്നാൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ദൈവവചനം വായിച്ചും പ്രാർത്ഥിച്ചും ആയിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ തുടർന്നവരുടെ പരിശുദ്ധൻ പറയുന്നു, 2025 ജൂൺ മാസത്തിൽ അസാധാരണമായ ഒരു റിലീസിംഗ് ഉണ്ടാകാൻ പോകുകയാണ്. തുറക്കപ്പെടുന്ന ഒരു അനുഭവം പരിശുദ്ധാത്മാവിന്റെ ലൈഫിൽ ചെയ്യാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? അങ്ങനെ ഒരു റിലീസിന്റെ അനുഭവം എനിക്ക് വേണമെന്ന് പറയുന്നവർ ഇപ്പോൾ തന്നെ അതിന് തയ്യാറായിക്കോ. അതിന് തത്തുല്യമായ ഒരു അഭിഷേകം നിന്റെ മേൽ വരികയാണ്. രാജ്യങ്ങളിൽ പോയി ശുശ്രൂഷിക്കാൻ വാഗ്ദത്തമുള്ളവർ, പട്ടണങ്ങളിലേക്ക് പോകുവാൻ, വിവിധ ഭാഷക്കാരുടെ നടുവിൽ പോയി ശുശ്രൂഷിക്കാൻ വിളിയുള്ളവർ, പക്ഷേ എന്തോ ഒരു തടസ്സം പോലെ, പുറകോട്ട് വലിക്കുന്നൊരു അനുഭവം പോലെ മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഹോളി സ്പിരിറ്റ് പറയുന്നു, ഒന്നാമത്തെ ശുശ്രൂഷ പരിശുദ്ധാത്മനെ ബ്ലോക്ക് ചെയ്തു. അതിന്റെ അർത്ഥം ശുശ്രൂഷ അവസാനിച്ചെന്നല്ല, നീ എങ്ങോട്ട് തിരിയണമെന്നും ഏത് സ്ഥലത്ത് പോണമെന്നും ഏത് വചനം പ്രസംഗിക്കണമെന്നും നിശ്ചയിക്കുന്ന നീയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അങ്ങനെയെങ്കിൽ തടഞ്ഞു വച്ച അതേ ആത്മാവ് തന്നെ നിന്നെ എന്നേക്കുമായി പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, വിവിധ ഭാഷക്കാരുടെ നടുവിലേക്ക് ആത്മാവ് റിലീസ് ചെയ്യുന്ന ദിവസങ്ങളായി ഇത് മാറാൻ പോകുന്നു. അതുകൊണ്ട് സടകുടഞ്ഞെഴുന്നേൽക്കുക, തളർന്നു പോകരുത്. നിന്റെ മിനിസ്ട്രിയുടെ ഏറ്റവും കാതലായ ഭാഗത്തേക്ക് നീ കടക്കാൻ പോകുന്നു. നിന്റെ ശുശ്രൂഷ പട്ടണങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്ന, ജാതികളെ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് കൊണ്ടുവരുന്ന അസാധാരണ മിനിസ്ട്രി
ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. ഇപ്പോൾ തന്നെ ഈ വചനത്തിനു മുമ്പാകെ സമർപ്പിക്കുകയാ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ ഹോളി സ്പിരിറ്റ് ഇത് കേട്ടോണ്ടിരിക്കുന്ന അഭിഷിക്തന്മാരെ, ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവരെ ദൈവാത്മാവ് തുറന്നു വിടുകയാണ്. അത്ഭുതങ്ങളിലേക്ക് ദൈവം നിന്നെ നയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഒരുങ്ങുക, ദൈവം നിന്നെ തുറന്നു വിടുകയാണ്.